7000-ത്തിലധികം തൊഴിലാളികൾ. ഇപ്പോൾ ടെലിവിഷൻ സംഘടനയും കൂടിയായപ്പോൾ ഏകദേശം 18,000-20,000 അടുപ്പിച്ച് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അപ്പം അതൊരു വലിയ ശക്തിയാണ്. അത്രയും വലിയൊരു ശക്തി ഞങ്ങൾ നിന്നോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അപ്പം അങ്ങനെ ഒരു സംഘടനയുടെ പ്രതിനിധി മാധ്യമങ്ങളിൽ കൂടി വന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അവളോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ അധികം വൈകാതെ 3-4 മാസത്തിനുള്ളിൽ അദ്ദേഹം ഈ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ആ വ്യക്തിയെ വെച്ചൊരു സിനിമ ചെയ്യുന്നു എന്ന് ഞാൻ അന്ന് പറഞ്ഞു. ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഈ പടം ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ അവളോട് കാണിക്കുന്ന അനീതിയാണ്. അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട താപ്പ് നമ്മൾ കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ജനറൽ കൗൺസിൽ വെക്കാം എന്ന് പറഞ്ഞു. ജനറൽ കൗൺസിലിൽ വെച്ചു. 54 പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിലായിരുന്നു അന്ന് നടന്നത് 2018. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ അഭിപ്രായം ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം, നമുക്കൊക്കെ അറിയാമല്ലോ സംസാരിക്കാൻ വളരെ അതിവിദഗ്ധമായി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്പീച്ചിന് മുമ്പിൽ ഒന്നുമല്ല, എനിക്കൊന്നും അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് ഏത് ജന്മത്തിൽ സാധിക്കില്ല. അത്രമാത്രം ന്യായീകരണങ്ങളും അത്രമാത്രം ഭാഷയും അത്രമാത്രം നിയമങ്ങളും എല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കഴിഞ്ഞതോടുകൂടി 54 പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിൽ, 53 പേരും പുരുഷന്മാരായിരുന്നു. ഞാൻ ഒരു സ്ത്രീ മാത്രമേ ആ കൗൺസിലിൽ അന്നും ഇപ്പോഴും അവിടെ സ്ത്രീകളില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് സംഘടനയിൽ ഒരു മുഖ്യ ഇതിലൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. 53 പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. സാർ ആ സിനിമ ചെയ്യണം, ഞങ്ങൾ സാറിനോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ എൻ്റെ രാജിക്കത്ത് കൊടുത്തു. 2018 ഞാൻ ഈ സംഘടനയിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് രാജിക്കത്ത് കൊടുത്തു. പിന്നെ 19, 20, 21, 22, 23 വരെ യാതൊരു അനക്കവും ഇല്ല. 23-ൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെല്ലാം കൂടി എൻ്റെ വീട്ടിൽ വന്നു. ചേച്ചി, ഇത്രയും വർഷങ്ങളായിട്ട് ഡബ്ബിംഗ് അസോസിയേഷൻ മരിച്ചതിന് തുല്യമായിരിക്കുന്നു, ചേച്ചി തിരിച്ചു വരണം. ഞാൻ പറഞ്ഞു, ഞാൻ രാജിവെച്ചതാണ്, എനിക്കിനി അങ്ങോട്ട് വരാനുള്ള യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ചേച്ചിയുടെ രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധപ്രകാരം ഞാൻ സംഘടനയുടെ തിരഞ്ഞെടുപ്പിലേക്ക് സഹായിക്കാനായി പോയി. ഞാനൊരു സ്ഥാനത്തേക്കും ഞാൻ മത്സരിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ഫെഫ്കയുടെയോ ഡബ്ബിംഗ് അസോസിയേഷൻ്റെയോ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തും ഇല്ല. മറ്റത് ഞാൻ നേരത്തെ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ആയിരുന്നു 2018 രാജിവെക്കുമ്പോൾ. അങ്ങനെ സംഘടനയെ ഒന്ന് സഹായിച്ചു, കൂടെ നിന്നപ്പോഴാണ് പറയുന്നത് എൻ്റെ രാജി അവർ സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അതിനുശേഷം ഞാൻ ഫെഫ്കയുമായിട്ട് യാതൊരു സഹവർത്തിത്വം ഇല്ലായിരുന്നു. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് നിങ്ങളെല്ലാവരും കണ്ടത്. കുറേയധികം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു, വരണം, വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവിടെ വന്നു. കുറേ സംഭവങ്ങളൊക്കെ അതിനുശേഷം നടന്നു. കുറേയധികം സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഇതുപോലെ പത്രസമ്മേളനം വിളിച്ചു. നിങ്ങളെല്ലാവരും വന്നു. അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരു ഫോറം രൂപീകരിച്ചു ഫെഫ്ക. അതിൽ ചെയർപേഴ്സണായിരുന്നു ഞാൻ. അവിടെ ചില ചെറിയ ചെറിയ സ്ത്രീകളുടെ പരാതികൾ വന്നിരുന്നു, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതെല്ലാം എൻ്റെ അടുത്ത്, സ്ത്രീകളുടെ പരാതികളായതുകൊണ്ട് തന്നെ അതെല്ലാം എൻ്റെ അടുത്തേക്കാണ് വിട്ടത്. അതെല്ലാം സംസാരിച്ച് അതെല്ലാം തീർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തൊഴിൽപരമായ ഒരു സ്ത്രീയുടെ പരാതി എൻ്റെ അടുത്തേക്ക് വന്നു. ആ സ്ത്രീയെ കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ത്രീയെ കേൾക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ ചൊല്ലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം വാക്ക് തർക്കങ്ങളൊക്കെ അന്നുണ്ടായി. ഇത് ഒരു 3 മാസം മുൻപത്തെ സംഭവമാണ്. അപ്പൊ എനിക്ക് തോന്നി, ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയം കേൾക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നി.
നിരന്തരം നമ്മളിങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കണം, ഇങ്ങനെ വാക്ക് തർക്കങ്ങളും ഒക്കെ. പക്ഷെ ഭൂരിഭാഗം പുരുഷന്മാരാണ്. അപ്പോൾ അവിടെ ജനറൽ കൗൺസിലിൽ എടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനം. അങ്ങനെ ഞാൻ അന്ന് തന്നെ 3 മാസം മുമ്പ് തന്നെ ഈ വുമൺ കോറം ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെച്ചു. ആ വിഷയം പുറത്തൊന്നും വന്നിട്ടില്ല, ഇപ്പോഴും അതും സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പൊ എനിക്കറിയാം ഈ വിഷയവും ഇന്നലെ വിധി വന്ന അടുത്ത സെക്കൻഡ് സെക്രട്ടറി പറയുന്നു അപേക്ഷ കിട്ടിയാൽ ഉടൻ പരിഗണിക്കും. അതങ്ങനെയല്ല പറയേണ്ടത്. അപേക്ഷ കിട്ടിയാൽ ജനറൽ കൗൺസിലിൽ വെക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഒരു സംവിധായകനായി അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപ് ഒരു സിനിമയും സംവിധാനം ചെയ്തതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം സഹസംവിധായകരുടെ സംഘടനയിലെ മെമ്പറാണ്. അപ്പൊ ഇത് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ഉണ്ടോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ആ സംഘടനയുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അത് ഫെഫ്കയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അല്ല പറയേണ്ടത്. കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ എന്റെ സംഘടനയിൽ, ഡബ്ബിംഗ് അസോസിയേഷൻ എന്ന സംഘടനയിൽ ഒരാൾ ഫെഫ്കയുടെ ഭാരവാഹികളോട് പോയി എനിക്ക് ഡബ്ബിംഗ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങളുടെ പൈലറ്റിൽ അധികാരമില്ല. അതത് സംഘടനകൾക്കാണ് അതിന്റെ പരമാധികാരം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പരമാധികാരം ആ അസോസിയേഷനാണ്, ആ ഡയറക്ടേഴ്സ് അസോസിയേഷനാണ് അതിന്റെ പരമാധികാരം. അതൊന്നും നോക്കാതെ സ്വന്തമായ ഒരു അഭിപ്രായം പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങേയറ്റം എനിക്കതിൽ പ്രതിഷേധമുണ്ട്. ഇന്നലെ രാത്രി മുഴുവനും ഉറങ്ങാതെ, അവള് ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. ആ രാത്രി മുഴുവനും ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്. രാവിലെ ഞാൻ വിചാരിച്ചു ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയക്കാം. പക്ഷെ ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത ഞാൻ അയച്ചാലും അത് അവിടെ കിടക്കും എന്നല്ലാതെ ഇതാരും അറിയാനും ഒന്നും പോകുന്നില്ല. പക്ഷെ എനിക്കിത് അറിയണം, എല്ലാവരും അറിയണം. എന്റെ പ്രതിഷേധം, എന്റെ ശരി, ഈ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ഒരു പ്രശ്നം വന്നാലും പ്രശ്നം അനുഭവിക്കുന്ന ശരിയോടൊപ്പം നിൽക്കുക, സത്യത്തോടൊപ്പം നിൽക്കുക എന്ന് എനിക്കറിയാമോ. എനിക്കിതിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുമോ എന്നൊന്നും അതൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല. ഞാനിപ്പോ 19 വർഷം കഴിഞ്ഞ ഇൻഡസ്ട്രിയിൽ, ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ലാഭവും നേട്ടവും ഒന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അത് ചെറുപ്പകാലത്തും ഞാൻ നോക്കിയിട്ടില്ല, ഇന്നും ഞാൻ നോക്കുന്നില്ല. അപ്പൊ എനിക്ക് രാവിലെ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചത്. സംഘടനയിൽ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, അവർ വിളിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംഘടനയിൽ ഇല്ലാതെ പോയത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ എന്നും അവർക്കൊരു തലവേദനയായിരിക്കും, എപ്പോഴും ഞാൻ അവർക്കൊരു ശല്യം തന്നെയായിരിക്കും. ഞാൻ ഇങ്ങനെ നിരന്തരം ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മെയിലായിട്ട് ഇനിയാണ് ഞാൻ ഔദ്യോഗികമായി മെയിൽ അയക്കാൻ പോകുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ത്രീയുടെ ശബ്ദമേ ഉള്ളൂ, ബാക്കി ഭൂരിഭാഗം പുരുഷന്മാരുടെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ 2018 ഞാൻ സംസാരിച്ചത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. അതിനപ്പുറം ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് എനിക്ക് എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ ശബ്ദം വെച്ചുകൊണ്ട് അവിടെ ഒരു തീരുമാനം, കാരണം ഭൂരിഭാഗത്തിന്റെ തീരുമാനം എന്താണോ അതായിരിക്കും മിനിറ്റ്സിൽ വരുന്നത്. ഒരാളുടെ തീരുമാനം വെറുതെ നമ്മൾ വാർത്തയാക്കാം എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഇറങ്ങാൻ കരുതി. കാരണം ഇത് ഇന്നും ഇന്നലെയല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പോരാട്ടം ഉള്ളിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പലരും കൂറുമാറിയെങ്കിലും ശക്തമായ മൊഴികളും ഉണ്ടായിരുന്നു.
എന്നിട്ടും ഇങ്ങനെ ഒരു രീതി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത്? അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എന്തുകൊണ്ടാണ്, എവിടെയാണ് ഇങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത്. 21 പേർ കൂറുമാറുക എന്നുള്ളത് മാത്രമല്ല, പല കാര്യങ്ങളും അതിൽ നടന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് പുറത്തു പോയിട്ടുണ്ട്. രാത്രി കാലങ്ങളില്ല മെമ്മറി കാർഡ് പലരും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഏതോ ഒരു ഓഫീസർ ഇരുന്ന് ചാനൽ പറയുന്നുണ്ട് അതിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിയുടെ കേസ് നിലനിൽക്കുകയാണ്. ഇതെല്ലാം കോടതിക്കുള്ളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇനി നമ്മൾ അടുത്ത അപ്പീലിന് പോകുമ്പോഴാണ് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം കാര്യങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഇവർ ആരും തന്നെ, അമ്മ എന്ന സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഫെഫ്കയാവട്ടെ, നിർമ്മാതാക്കളുടെ ഇവരാരും അവളെ ഒന്ന് അന്വേഷിച്ചു പോവുകയോ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നൊരു വാക്ക് അവളോട് പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഒരു മോളെ ഞങ്ങളുണ്ട് നിന്നോടൊപ്പം എന്ന് സ്ത്രീകൾ പോലും അവളോടൊപ്പം നിന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രതിഷേധമാണ്. അമ്മ സംഘടനയിൽ 2 സ്ത്രീകൾ തന്നെ ഭരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ വേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ വേണ്ടിയിരുന്നു എന്ന് മാത്രമല്ല, അവർ ഇന്നലെ തന്നെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ് അവർ കൂടിയിരിക്കുന്നത്. അവളുടെ വിഷയത്തിന് ഈ അടിയന്തര യോഗമൊന്നും അന്ന് കൂടിയില്ല. അന്ന് അവൾ പരാതി പറഞ്ഞു. ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ അവൾ പരാതി പറഞ്ഞിരുന്നു, എൻ്റെ സിനിമകളെല്ലാം തടയുന്നു, എൻ്റെ അവസരങ്ങളെല്ലാം നിഷേധിക്കുന്നു എന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം ഈ ചെവിയിൽ വാങ്ങി ഈ ചെവിയിൽ കളയുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റി ആളുകൾ മാറി എന്ന് മാത്രം. അത് സംഭവങ്ങളെല്ലാം അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അതിൽ തന്നെ ഭാരവാഹികളിൽ ഒരാൾ ഫോണിൽ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് അവളും വേണം അവനും വേണം. അങ്ങനെ ഒരു ഇതുണ്ട്. ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക. ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് നിലപാടില്ലായ്മയാണത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എത്ര വേഗത്തിലാണ് അവർ ഇന്നലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും, അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും. അവൾക്ക് സ്വാധീനവുമില്ല, പണവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. കാരണം ഇത് ഞാനിങ്ങനെ പോരാടുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്വകാര്യമായിട്ട് എന്നെ എവിടെയെങ്കിലും വെച്ച് ഫോണിൽ കൂടെ സംസാരിക്കില്ല. കാരണം എല്ലാവർക്കും ഫോണിൽ കൂടി സംസാരിക്കാൻ പേടിയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുമോ, നമ്മളിത് പുറത്തു വിടുമോ. ഏതാ സോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. സോഹൻലാലാണ് എന്നെ വിളിച്ചത്. ഞാൻ പക്ഷെ ചാനലുകൾ മാറി 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 വിളിക്കുന്ന കാരണം ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സോഹൻലാലിനോട് സംസാരിച്ചില്ല. കാരണം എന്നോട് സംസാരിക്കേണ്ടവർ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഇല്ല ആരും വിളിച്ചില്ല. അവളെ വിളിച്ചത് സബിത വർമ്മ, മഞ്ജു വാര്യർ, WCCയിലെ ചില മെമ്പേഴ്സ്, അവരൊക്കെയാണ് അവളെ വിളിച്ചത്. ഇല്ല ആരും വിളിച്ചില്ല. എന്തിന് ഒരു അവൾക്കൊപ്പം എന്ന് എത്രയോ പേര് പോസ്റ്റ് ഇട്ടു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് പോലും അവൾ അർഹിക്കുന്നില്ലേ? സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അത് അവനോടൊപ്പം അല്ല എന്ന അർത്ഥം അയാൾക്ക് ഉണ്ടായാലോ എന്നൊരു ഭയമുണ്ടല്ലോ. അതാണ് അവരത് ഇടാതെ പോകുന്നത്. അതുകൊണ്ട് അവിടെ സ്ത്രീകൾ ഇരുന്നത് കൊണ്ടൊന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആയി. ഇന്നലെ ദിലീപ് ഇറങ്ങിയതിനു ശേഷം പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, അത് അന്വേഷിക്കണം. ഇനി അദ്ദേഹം ഈ സർക്കാർ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അത്തരം പരാതി കൊടുത്തു. മൊത്തം ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. ഇതിനെങ്ങനെയാണ് നേരിടുക? അതിന് മഞ്ജു വാര്യരുടെ പേര് പരാമർശിക്കുന്നത്. ഇന്നലെ രാവിലെ പോകുമ്പോ നമ്മൾ വിഷ്വൽ കണ്ടു. നല്ല ഭയത്തോടു കൂടെ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നപ്പോ വളരെ കോൺഫിഡൻസോട് കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അതേ അഭിമുഖീകരിക്കുന്നത്. അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം, പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് മീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയ പോലെ തോന്നി.
ലഡു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല, പത്രസമ്മേളനം വിളിച്ചില്ല. കാരണം നമ്മൾ മെന്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്, ഏതോ ഒരു പെണ്ണ് ഇരയാണ്, അപ്പോൾ അവൾ കഴിഞ്ഞു, ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും, അവളെ ഇനി തൊട്ട് കളിക്കില്ല. പക്ഷെ മഞ്ജുവിനെ ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, മഞ്ജു സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ ഞാൻ അവളോട് പറയുന്നു. ദിലീപിന് നീതി കിട്ടിയെന്നാണ് UDF കൺവീനർ പറഞ്ഞത്. ഞാൻ രാവിലെ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്ന UDFന്റെ കൺവീനർ UDF ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കുമോ സ്ത്രീകൾക്ക് നീതി തരാൻ പോകുന്നത്? അതായത് അവർ ഒരു പക്ഷേ UDF ഭരണത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു അതിജീവിത കോടതിയിൽ ഇതുപോലെ ഒരു ആവശ്യവുമായി ചെല്ലുമ്പോൾ പിന്നീട് UDF ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് UDFന്റെ വാക്കുകളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് KPCC അദ്ദേഹത്തെ തള്ളി എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷെ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ്, സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ന്യൂ ജനറേഷനുള്ള കുറച്ച് ആൺകുട്ടികളല്ലാതെ വേറെ ആരാണ് അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്? ആരും ഉയർത്തിയില്ല. ഇവിടെ വലിയ 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 സ്റ്റാർസ് എന്ന് പറയുന്ന ഒരാൾ പോലും അവൾക്ക് വേണ്ടി, അവരാരും അവളെ കാണാനും പോയിട്ടില്ല. അവരാരും അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളോടൊപ്പം എന്നൊരു പോസ്റ്റ് അവരാരും ഇട്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ UDF അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുണ്ട്. നമ്മളിപ്പോ അങ്ങേയറ്റ സമൂഹവും മാധ്യമങ്ങളും കത്തിച്ചപ്പോഴാണ് മങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും ഒടുവിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. പക്ഷെ അത് ഒരു വളരെ ദയനീയമാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയൊക്കെ അങ്ങനെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശുദ്ധ വിവരമില്ലായ്മയും അതിനോടൊപ്പം ഞങ്ങൾ എപ്പോഴും വേട്ടക്കാരോടൊപ്പമാണെന്ന് പറയുന്നതിന് തുല്യം തന്നെ. അതെ 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 അത് അങ്ങനെ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് അങ്ങനെയല്ല. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അയാൾ എന്റെ സുഹൃത്താണ്. വളരെ വർഷം എനിക്ക് ആ കുട്ടിയെ പരിചയമൊന്നുമില്ല. ആ കുട്ടിക്ക് സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അയാൾ എന്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം, നമ്മൾ ചിന്തിക്കണം. 2017 ഈ ഫെബ്രുവരിയിൽ ഉണ്ടായ ഇൻസിഡന്റിന് ശേഷം പിന്നീട് കാര്യമായി മാറ്റം ഉണ്ടായി എന്നാണ് പല ആളുകളും പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് അമ്മയുടെ തലപ്പത്തിന് മാറ്റം വരുന്നു, നിർമ്മാതാക്കളുടെ സംഘടനയിൽ ചില മാറ്റങ്ങൾ വരുന്നു. പക്ഷേ സ്ഥായിയായി ഇപ്പോഴും ഒരു മാറ്റമില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു സംഘടനയുടെ ഉള്ളിൽ പോലും ഇത്തരത്തിൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു. കാര്യമായിട്ടൊരു മാറ്റം ഇതുവരെ സ്ത്രീകളുടെ മനോഭാവത്തിൽ ഈ അമ്മയിൽ മാറിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ സിനിമാ മേഖലയിൽ തന്നെ മാറിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മാറിയിട്ടില്ല. കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സംഘടനയ്ക്കുള്ളിൽ ഇത്തരം പരാതികൾ വരുന്നുണ്ട്. പരാതികൾ വരുന്നത് അവർ പോലീസിൽ പരാതിപ്പെടാൻ അവർ തയ്യാറാവുന്നില്ല. സ്ത്രീകൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇത് സംഘടനയ്ക്കുള്ളിൽ ഒതുക്കി തീർത്താൽ മതി, ഇത് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ വാങ്ങി തന്നാൽ മതി എന്ന് പറയുന്ന സ്ത്രീകളാണ് ഏറ്റവും അധികം. ആരും ഞങ്ങൾ അങ്ങോട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്, വരൂ ഞാൻ വരാം നിങ്ങളോടൊപ്പം പോലീസിൽ ഞാൻ വരാം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ സ്ത്രീകൾ ധൈര്യത്തോടു കൂടെ പോലീസിലേക്ക് വരാൻ ഒരേ ഒരു കേസിനാണ് ഞാൻ DGP കമ്മീഷണർ എല്ലാവരെയും കാണാൻ പോയത്. ഒരു സീരിയൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം അയാൾ അവരെ ചാടി കയറി പിടിച്ച് അവരെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പിന്നെ അവര് എൻ്റെ അടുത്തേക്കാണ് നേരെ വന്നത്. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് വരൂ എന്നോടൊപ്പം എന്ന് പറഞ്ഞാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് ഞാൻ കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഞാൻ കോൺക്ലേവ് സമയത്ത് ഞാൻ മിനിസ്റ്ററോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. മിനിസ്റ്ററുടെ
ചേംബറിലേക്ക് ഞാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അതിനു വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ, എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, കേസിനോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് മിനിസ്റ്റർ അവിടെ വെച്ച് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ 100 കേസ് നടക്കുന്നുണ്ടെങ്കിൽ 99 പേരും ഉള്ളിൻ്റെ ഉള്ളിൽ തീർക്കുക. 99 എന്നല്ല, 99.9 ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതില് ഇത്രയും കാലം മാറി നിന്നതിന് ശേഷം, അതായത് മുഖ്യധാര സംഘടനകളിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ദിലീപിന് ഒരു അവസരം കിട്ടുമ്പോൾ അപ്പം തന്നെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നത് ഒരു പ്രിവിലേജ് ആണ്. ആ അത്രയും വലിയൊരു പ്രിവിലേജ് എങ്ങനെയാണ് ദിലീപിന് കിട്ടുന്നത്? അതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങളുണ്ടെന്നാണ് നിങ്ങൾ? പണം മാത്രമാണ്. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പണം മാത്രമാണ്. പിന്നെ എല്ലാ സംഘടനയിലും അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഫെഫ്കയിൽ എടുത്തിട്ടുണ്ട്, അമ്മയിലുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്, എക്സിബിറ്റേഴ്സ് അസോസിയേഷനിലുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലുണ്ട്. എല്ലാ സംഘടനകളിലും അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാളെ വേണം. അയാളെ വേണ്ട എന്ന് പറയുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അന്നും ഇന്നും ഈ കാലഘട്ടത്തിലൊക്കെ നടന്നുകൊണ്ട്, വളരെ നിശബ്ദമായി തന്നെ അത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് കിട്ടിയോ? രാജിവെച്ചതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെയാണ് രാജിവെക്കുന്നത്. അതൊരു പിന്തുണയുമായി പുറത്തുകൊള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വന്നു. ഇനി സമാനമായ രാജി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ കൃഷി? ഡബിംഗ് ആർട്ടിസ്റ്റുകൾ കുറച്ചു പേര് വിളിച്ചിരുന്നു. ചേച്ചി ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് ചിലർ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങണം എന്നൊന്നുമില്ല. ഇറങ്ങണം എന്ന് അവനവനാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല നിങ്ങളെ നിർബന്ധിക്കേണ്ടത്. ഇത് എൻ്റെ ഉള്ളിലെ ഒരു തീപ്പൊരിയാണ്. അതിപ്പോ വേറൊരാൾക്ക് ഉണ്ടാവണം എന്നില്ല. പിന്നെ എനിക്കിപ്പോ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. പക്ഷെ പാവങ്ങളാണ് ഡബിംഗ് ആർട്ടിസ്റ്റുകൾ, എല്ലാവരും തന്നെ പാവങ്ങളാണ്. അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോടൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അതുകൊണ്ടാണ്, അവർക്ക് സാധിക്കില്ല. ഈ നടനെ ചേർത്ത് പിടിക്കാൻ ഈ സംഘടനയുടെ ഭാരവാഹി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, ജനറൽ കൗൺസിലാണ് വെക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഈ ജനറൽ കൗൺസിൽ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാവുമ്പോൾ അവിടെ വെച്ചാലും മറിച്ച് തീരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഉണ്ടാവില്ല. എന്നാലും ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ഇതൊരു ട്രേഡ് യൂണിയനാണ്. ഫെഫ്ക എന്ന് പറയുന്ന വെറുതെ ഒരു കൂട്ടായ്മയല്ല, അതൊരു സാംസ്കാരിക സംഘടനയല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, ബൈലോ ഉണ്ട്. അതിൻ പ്രകാരം മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അപേക്ഷ തരട്ടെ. അപേക്ഷ ഞങ്ങൾ ജനറൽ കൗൺസിൽ ബന്ധപ്പെട്ട സംഘടനയ്ക്ക് അയക്കും. ആ സംഘടന വീണ്ടും ഫെഫ്കയ്ക്ക് അയക്കും. ഫെഫ്ക സെക്രട്ടറിയോ പ്രസിഡന്റോ അത് ജനറൽ കൗൺസിലിൽ വയ്ക്കും. ഇങ്ങനെ പല കടമ്പകളുമുണ്ട്. ഇതെല്ലാം കടന്നിട്ട് മാത്രമേ അയാളെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പറയാൻ പാടുള്ളൂ. സാധാരണ എല്ലാ കാര്യത്തിലും വളരെ നിയമം നോക്കി സംസാരിക്കുന്ന ഒരാളാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി. പക്ഷേ ഈ വിഷയത്തിൽ ആ ഒരു ആവേശം ഞാൻ കണ്ടു. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു ആവേശം അത് ഞാൻ കണ്ടു. തീർച്ചയായും. ഇന്നലെ ഇപ്പോൾ അതിജീവിതരുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ എന്തെങ്കിലും മീഡിയസിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ എന്തായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം? ഇനിയിപ്പോ എന്തെങ്കിലും നിയമ നടപടികളോ എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ വാസ്തവത്തിൽ ഞാൻ അവളോട് പറഞ്ഞത്, TV വെക്കരുത്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, നമുക്ക് ഇവിടെ സംസാരിച്ചിരിക്കാം, 1 മണിക്ക് ശേഷം നമുക്ക് TV ഒക്കെ കണ്ടാൽ മതി, നീ മോളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവളിങ്ങനെ വല്ലാത്ത റെസ്റ്റ്ലെസ് ആയിരുന്നു, ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയൊക്കെ ഇങ്ങനെ. അപ്പം അവൾ അവളുടെ മുറിയിൽ തന്നെയായിരുന്നു, അവൾ TV കാണാനൊന്നും വന്നില്ല. ഞാനും അവളുടെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ, ശില്പ, മൃദുല എന്നൊക്കെ പറയുന്ന കുട്ടികൾ, പിന്നെ അവളുടെ ബ്രദേഴ്സ് 2 പേരും ഉണ്ടായിരുന്നു, അമ്മയും. ഞങ്ങൾ മാത്രം TVയുടെ മുമ്പിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ വിധി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സ്വിച്ച് ഓഫ്. 7-ാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ
ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു. ഞങ്ങളെല്ലാവരും അപ്പോൾ ഈ താഴെ ഈ ടി വിയുടെ വോളി അവൾ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കിട്ടിയമാതിരി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല, ആരും ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത്. അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. നീതി കിട്ടിയില്ല എന്നുള്ളൊരു വികാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 100% കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ. എല്ലാവർക്കും അറിയാലോ. 2 മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി 15 ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഇൻസിഡന്റ് നടന്ന സമയം, ആ ഇൻസിഡന്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണത്. അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കുറേ തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം, ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ മോളെ എന്ന് എനിക്ക് വലിയ ചെനി ഇങ്ങനെ പറയും എന്നല്ലാതെ, നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ. അല്ല, അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ. എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ്. അവൾ കരയണം, അവളുടെ ജീവിതം ഇല്ലാതെയാകണം. അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല? ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത്. എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക. അയാള് പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത്. അപ്പൊ അയാൾ ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം, നീ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. വൈകുന്നേരം വരെ ഞാൻ അവിടെ വിഷമമുണ്ട്. പിന്നെ അവളുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടായതുകൊണ്ട് ഞാൻ എല്ലാവരും നോക്കിക്കൊള്ളു. അപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഞങ്ങൾ വൈകുന്നേരം വീണ്ടും കാണുന്നുണ്ട്, വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും 11-ാം തീയതി വരെ ഇവിടെയുണ്ട്. 11-ാം തീയതി വരെ ഞാനിങ്ങനെ തൃശ്ശൂർ പോകും, തിരിച്ച് പാലക്കാട് വരും, തൃശ്ശൂരും അങ്ങനെ ഇരിക്കുകയാണ്. ദിലീപ് ഇന്നലെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഒരു ക്രിമിനൽ അന്വേഷണ സംഘം അടക്കം ക്രിമിനൽ സംഘമാണ് തന്നെ ഇത്തരത്തിൽ പെടുത്തിയത് എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്തിന്? എന്ത് തെറ്റാണ് അയാളെ ക്രിമിനൽ കേസിൽ പെടുത്താൻ മാത്രം പോലീസുകാരോട് അയാൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അതയാൾ പറയണം. വെറുതെ പോലീസുകാർക്ക് ഈ എന്ന് പറയുന്ന വ്യക്തിയെ ഈ വിഷയത്തിന് ശേഷം മാത്രമാണ് പരിചയം. അതിനു മുമ്പ് അവരെ സംബന്ധിച്ച് അവർ ഒരു സിനിമ നടി മാത്രമാണ്. വേറെ വ്യക്തിപരമായിട്ട് അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും അല്ല അന്വേഷണ സംഘത്തിലുള്ള ആരും തന്നെ. പിന്നെ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞത് അതിജീവിതയല്ലല്ലോ. വ്യക്തിയുടെ പേര് പറഞ്ഞത് 1-ാം പ്രതിയല്ലേ. 1-ാം പ്രതി ഇന്നലെ ധന്യരാജേന്ദ്രൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അയാൾ അവർക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് സർവ്വസഹജമായി നടക്കാറുണ്ട് പോലും. നിങ്ങളൊക്കെയാണ് ഇത് വലിയ കാര്യമായിട്ട് എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് പറയുക? ഇങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുക. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. നിങ്ങൾ മാധ്യമങ്ങളാണ് അതിനെ ഇത്ര വലിയ വാർത്തയാക്കി അതിനെ ഇത്ര നശിപ്പിച്ചത് എന്ന് പറയണം. അതായത് അവന്റെ ഇതിൽ എത്രയോ പെൺകുട്ടികളെ ഇങ്ങനെ അയാൾ ചെയ്യുന്നുണ്ട്. അതിൽ അവൻ ഈ ഒരു കേസിൽ മാത്രമേ ഇയാളുടെ പേര് പറഞ്ഞുള്ളൂ. മറ്റുള്ളതൊന്നും ഇയാൾ പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്നൊന്നും അയാൾ പറയുന്നില്ല. പക്ഷെ ഈ ഒരു കേസിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, അന്നത്തെ ദിവസം അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇയാളുടെ പേര് പറഞ്ഞിട്ടാണ് നടന്നു പോകുന്നത് അല്ലേ. കോടതിയിൽ ചോദിച്ചപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോഴും അതിജീവിതം എന്താ പറഞ്ഞത്? എനിക്കറിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. എനിക്കറിയില്ല അതിന്റെ പിന്നിൽ അയാളാണോ എന്ന്. എനിക്ക്
ആ പൾസർ സുനി പറഞ്ഞ വിവരം മാത്രമാണ്. പക്ഷേ നിങ്ങളോട് ശത്രുതയുണ്ടോ? ശത്രുതയുണ്ട്, തീർച്ചയായിട്ടും ശത്രുത ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അയാൾ തന്നെയാണ് എന്ന്. പക്ഷെ തെളിവുകൾ കണ്ടെത്തേണ്ടത്, തെളിവുകൾ ഉണ്ടാക്കുകയല്ല, കണ്ടെത്തേണ്ടത് പോലീസ് ആണ്. ആ തെളിവുകൾ കണ്ടെത്തിയതിന്റെ പേരിലല്ലേ ഇനി ഒരു പക്ഷേ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെറ്റ് ചെയ്യാത്ത അയാളെ 24 മണിക്കൂറിനകത്ത് ഇടാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും വെറുതെ ഇരിക്കും? ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ആണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എന്താണോ ശരിയായ വാർത്ത അതിന്റെ പിന്നിൽ പോകുന്ന ആളുകളാണെങ്കിൽ വെറുതെ തെറ്റ് ചെയ്യാത്ത ഒരാളെ 85 ദിവസം അഴിക്കുള്ളിൽ ഇടാൻ പറ്റും തോന്നുന്നുണ്ടോ? 3 തവണ ജാമ്യം അപേക്ഷിച്ച് 3 തവണ ജാമ്യം തള്ളി. കോടതിക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവില്ലേ ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, നേരുണ്ട് എന്നുള്ളത്? ഹൈക്കോടതിയില്ലേ ജാമ്യം തള്ളിയത്? അപ്പൊ ഇതെല്ലാം മറന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ പഠിച്ചാൽ പറയുന്നത് അതൊരു തരം രക്ഷപ്പെടൽ മാത്രമാണ്. ഈ വിധി വന്നതിന് ശേഷം ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ഒരു പ്രതിയെ കണ്ടെത്തിയതിനു ശേഷം അതിനു വേണ്ടിയിട്ട് തെളിവുകൾ സൃഷ്ടിച്ചു എന്നതാണ്. തെളിവുകൾ അല്ലെങ്കിൽ കണ്ടെത്താൻ ദിലീപിനെ തെളിവുകൾ ഹാജരാക്കാനാണ് പ്രോസിക്യൂഷനെ വിളിച്ചു വരുത്തിയതായി തോന്നുന്നു. പ്രധാനമായിട്ടും അവരിതാണ് ഉദ്ദേശിക്കുന്നത്. ദിലീപിനെ നിർത്തിയിട്ട് അയാളിലേക്ക് ഈ കൃത്യത്തെ കൊണ്ടുവരികയാണ്, തെളിവുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഇയാളെ വെറുതെ വിട്ടുകൊണ്ടൊരു അതാ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അയാളിലേക്ക്? എന്താണ് അയാൾ മാത്രം? അയാൾ ആരാണ് ഈ ഇൻഡസ്ട്രിയിൽ? വേറെ എത്രയോ സ്വാധീനമുള്ള സൂപ്പർ സ്റ്റാർസും അങ്ങനെ പല 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 ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇയാളുടെ പേര് മാത്രം? അതിന്റെ കൂടെ അയാളും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പോലും മറിച്ചൊരു പേര് ഈ 1-ാം പ്രതി പറയുന്നില്ലല്ലോ. മാത്രമല്ല വളരെ സ്വകാര്യ സംഭാഷണത്തിൽ ജയിലിനുള്ളിൽ ജിൻസൺ എന്ന് പറയുന്ന ആളോട് പോലും ഇയാൾ ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും പറയുന്നത് ഇരിക്കട്ടെ, ഏതൊരു കള്ളനും സ്വകാര്യ നിമിഷങ്ങളിൽ അറിയാതെ ചില സത്യങ്ങൾ പുറത്തു വരും. അവിടെ പോലും അയാൾ ഇയാളുടെ പേര് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താൻ നിരപരാധിയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില കെട്ടുകഥകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില സാമർത്ഥ്യപൂർവ്വമുള്ള ഇതുവരെ ഉണ്ടാവാത്തൊരു ശബ്ദം പെട്ടെന്ന് ഇന്നലെ വല്ലാതെ ഒരു ഉറച്ച ശബ്ദം എന്ന് പറയുന്നത് അതൊരു ഒരു കള്ളലക്ഷണമാണ്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം. എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ WCCയോട് ചോദിക്കും, അവരാണ് ഏറ്റവും അധികം എനിക്കിങ്ങനെ സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ആരുമല്ല, ഞാൻ അബ്രോഡ് ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്. എന്നിട്ടും ഞാനൊരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, അവൾക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ ഒരു സപ്പോർട്ട് എന്നും അവൾക്ക് നിങ്ങൾ കൊടുക്കണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അപേക്ഷ.